ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കി ഇറാൻ. മണിക്കൂറുകൾക്കുള്ളിൽ നൂറുകണക്കിന് മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത്. ജോർദാൻ നഗരത്തിന് മുകളിലൂടെയാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. നിരവധി പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതിനിടെ ജെറുസലേമിലെ ടെലവീവിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നഗര സാമ്പത്തിക കേന്ദ്രമായ ടെലവീവ് നഗരത്തിലുടനീളം മുന്നറിയിപ്പ് സൈറനുകളും സ്ഫോടന ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ജെറുസലേമിലും ടെലവീവിലും റോക്കറ്റുകൾ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. അതേസമയം അയൺ ഡോം ഉപയോഗിച്ച് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേലും തയ്യാറായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതോടെ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് സൂചന. 100-ലധികം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാഖ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിമാനയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. ടെലവീവിനടുത്തുള്ള ബെൽഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും നിർത്തിവച്ചതായി ഇസ്രായേൽ ആർമി അറിയിച്ചു. ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി സജ്ജമാണെന്നും ഇസ്രായേലി സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നു. ഇസ്രായേലിനുള്ള പ്രതിരോധ സഹായം നൽകുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അതിനിടെ മേഖലയിലെ സൈനിക സജ്ജീകരണം നടത്തിയതായി US പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ വക്താവ് യോഗഹാലിനെ അറിയിച്ചു. ഇറാൻ മിസൈൽ ആക്രമണത്തിന് പ്രത്യാഘാതമുണ്ടാകുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഹോം ഫ്രണ്ട് കമാൻഡ് പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ജനങ്ങളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. നമ്മൾ ഒരുമിച്ച് പോരാടും, ഒരുമിച്ച് വിജയിക്കും, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അതേസമയം പുതിയ സംഭവ വികാസങ്ങളിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡെർട്ട് അപലപിച്ചു. എന്നാൽ ഇറാൻ സൈനിക നടപടിയെ ഹൂതികൾ സ്വാഗതം ചെയ്തു. സയനിസ്റ്റ് അസ്തിത്വത്തെ പിന്തിരിപ്പിക്കുകയും അതിനെ നേരിടുകയും ചെയ്യുക എന്നതാണ് ലെബനീസ് പലസ്തീൻ ജനതയ്ക്കും മറ്റു ജനങ്ങൾക്കും എതിരായ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് തടയാനുള്ള ഏക മാർഗമെന്നും ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാം വ്യക്തമാക്കി.